ഹായ് ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുഴപ്പമൊന്നുമില്ല, തട്ടിമുട്ടിയൊക്കെ തന്നെയാണ് പോണത് കേട്ടോ. അപ്പോൾ എത്ര ദിവസമായില്ലേ നമ്മളൊന്ന് സമാധാനത്തോടു കൂടി ഒന്ന് വീഡിയോ ഇട്ടിട്ട്. കുറേ ദിവസമായാലല്ലേ വീഡിയോ ഇട്ടിട്ട്, ഷോർട്ടുമ്പോൾ അങ്ങനെ കടിച്ച് തൂങ്ങുക എന്നല്ലാതെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസമൊക്കെ ആയല്ലേ. അപ്പോൾ എന്താ ഇപ്പോൾ പരിപാടി, എങ്ങനെയുണ്ട് സൂക്കടും കാര്യങ്ങളൊക്കെ ഒന്ന് കുറേ കമൻറ്റ് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ മറുപടി ആയിട്ട് ഇനി തുടർച്ചയായിട്ട് നമ്മളെ വീഡിയോ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ പോയതിലും ഉഷാറോട് കൂടി അങ്ങോട്ട് തിരിച്ച് വന്നിക്കണ്. അപ്പോൾ ഇതാ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതാ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു, വണ്ടി പോയ അണ്ണാനെ പോലെ തന്നെയായിരുന്നു കേട്ടോ. ഞാൻ എന്താ ഇരുന്നിടത്ത് ഇരിക്കും, കിടന്നിടത്ത് കിടക്കും, ചിന്തിക്കുകയാണെങ്കിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കും. അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ദിവസങ്ങൾ അങ്ങനെ പോയിക്കൊണ്ട് നിന്ന് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാക്കണം വീഡിയോ ഇടാനും കാര്യങ്ങളൊക്കെ ഒന്നും മറന്നു പോയതല്ല. പക്ഷെ നമുക്കൊരു മനസ്സില്ലല്ലോ അല്ലേ, നമുക്കൊരു മനസ്സും അങ്ങോട്ട് ഉണ്ടാവില്ല. നമുക്കൊരു മനസ്സിന് സുഖമില്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്തിട്ടും കാര്യം ഉണ്ടാവില്ലല്ലോ. പിന്നെ വെറുതെ നമ്മളിങ്ങനെ വെറുതെ വീഡിയോ ഇട്ടിട്ട് പോയിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾക്ക് വീഡിയോ ഇടണ എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു സന്തോഷം, എനിക്കൊരു സന്തോഷം, നിങ്ങൾക്കൊരു സന്തോഷം, കാണുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം, വീഡിയോ ഇടുമ്പോൾ എനിക്കൊരു സന്തോഷമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത് തന്നെ. അപ്പോൾ അതും രണ്ടും കൂടി ഒന്ന് കൂട്ടിക്കേൽക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇടുക എന്നത്. അപ്പോൾ ഏതായാലും ഇന്ന് മുതൽ ഞാൻ ഉഷാറായിട്ട് അടിപൊളിയായിട്ട് പഴയ പോലെ തന്നെ മണ്ടി ചാടി വണ്ടിയൊക്കെ ഞാൻ അങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കാണാനും നിങ്ങൾ പ്രതീക്ഷിച്ചിങ്ങനെ നിൽക്കാറില്ല എന്താ ഇപ്പം ഉണ്ടായത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതാ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു 2 ദിവസത്തെ വീഡിയോ ഉണ്ട്, ആശുപത്രി കേസായിട്ട് അങ്ങനെ നടക്കുകയായിരുന്നു. അതിൻ്റെ എല്ലാവരും ചില്ലറ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ഇതാക്കണം, ഞാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ ഇല്ലതൊന്നും അറിയില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് ഇതാക്കണം, നമ്മളൊപ്പം തന്നെ പോന്നോളി കേട്ടോ. അപ്പം എൻ്റെ കൂട്ടം കുടുംബം ഇതാക്കണ്, എന്താ പറ്റിയേ, എന്താ സുഖമായോ ഒന്ന് പറയണം കേട്ടോ, അപ്ഡേറ്റ് പറയണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങളെപ്പോലെ കുറേ ആൾക്കാർ നമുക്ക് ചോദിക്കാനും പറയാനൊക്കെ ഉണ്ട്. സുഖമായോ, അങ്ങനെ ചെയ്താൽ മതിട്ടോ, അങ്ങനെ ഡോക്ടറെ കാട്ടാൻ മതിട്ടോ എന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അതൊക്കെ വായിച്ചപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി, ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ ഒരു 10 റുപ്യ തന്നാണ്ട് സഹായിച്ചിട്ടില്ലെങ്കിലും ആ ഒരു ചോദ്യം ഉണ്ടല്ലോ, ഓരോരുന്ന് കിട്ടുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, സുഖമായോ, കുഴപ്പമൊന്നുമില്ലല്ലോ, മരുന്നൊക്കെ കിട്ടിയോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ചോദ്യം ചോദിച്ചാൽ തന്നെ നമുക്കൊരു സമാധാനമാണ്. എനിക്കൊരു മനസ്സിലേക്ക് ഭയങ്കര സമാധാനമുണ്ട് ആ ഒരു ചോദ്യം ആരെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കുമ്പോൾ. നമ്മളിങ്ങനെ പറ്റേ അടിയിൽ തന്നിട്ട് ഡള്ളായിട്ട് അങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പം എന്താ കുഴപ്പമൊന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ഒരാൾ ചോദിക്കാനുണ്ടെങ്കിൽ എനിക്കൊരു ഭയങ്കര സമാധാനമാണ് കേട്ടോ. ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര സമാധാനം. ഒരാളെങ്കിൽ ഒരാളെ നമ്മൾ കാണുന്നുണ്ടല്ലോ, അറിയുന്നുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിലാണ് കേട്ടോ ഞാനുണ്ടാകുക. അപ്പം ആ ഒരു കുറച്ച് ദിവസത്തിൻ്റെ ആ ഒരു ശേഷം ഇതാകണം നല്ല ഉഷാറായിട്ട് ഇങ്ങനെ വരികയുണ്ട്. ഞാൻ കുഴപ്പമൊന്നുമില്ലാതെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എന്താ പ്രശ്നം എന്നൊക്കെ ഞാനിങ്ങനെ വൈത്താരം അങ്ങോട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ ഒരു കാണുന്നത് ഇതാക്കണ ഡോക്ടറെ അടുത്തേക്ക് പോണേൻ്റെ മുന്നല്ല, സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് മുന്നല്ല ഇതാക്കണം കുറച്ച് പരിപാടികളാണ് കേട്ടോ. നമുക്ക് എന്ത് സുഖവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഈ അകത്തത്തെ പരിപാടി, അടുക്കളയത്തെ ചോറും കൂട്ടാനും വെക്കലും അടിച്ചു വരലും പാത്രം കഴുകലും ഇതൊക്കെ പാടെ നമ്മൾ തന്നെ എടുക്കണമല്ലേ. അപ്പോൾ നമുക്ക് ഇത് എടുത്തുതരാനും എടുത്തുതരാനൊന്നും ആരുമില്ല കേട്ടോ. നമ്മൾ തന്നെ വെയ്ത്താലിങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കണം. അങ്ങനെ കുട്ടികളെയൊക്കെ ഇതാക്കണം പറഞ്ഞേച്ച് കഴിഞ്ഞാൽ ഞാനും തന്നെ പോകണം. ഒരു സ്കാൻ ചെയ്യണത് ഒരു ഉച്ച കഴിഞ്ഞിട്ടാണെന്നപ്പോൾ പറഞ്ഞത്. അപ്പോൾ അവിടെ അനിയത്തി വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ, ഫാർമസിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവളോട് ഇതാ ബുക്കൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് വന്നാൽ മതിട്ടോ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഓളും വിളിച്ചു പറഞ്ഞ്. അപ്പം അതാ അപ്പോത്തിന് നമ്മളെ പണികളൊക്കെ ഏകദേശം അങ്ങോട്ട് തീർത്താൽ ഇതാ വൈകുന്നേരം വന്നിട്ട് മല്ലിക്കെട്ട് പണി എടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആക്കം പോലെ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. നിൽക്കാനും ഇരിക്കാനും കിടക്കാനൊക്കെ ഒരു തോന്നലുണ്ട്, ഓരോരോ പൂതിയാണ്. ഇങ്ങനെ നിൽക്കട്ടെ കിടക്കട്ടെ ഇരിക്കട്ടെ എന്നല്ലാതെ ഇങ്ങനെ മണ്ടിപ്പാഞ്ഞ് ആദ്യത്തെ മരക്ക് എടുക്കാനൊക്കെ ഭയങ്കര പേടിയില്ല. ഒരു ദിവസം തന്നെയാണ് കേട്ടോ, ഒരു 3-4 ദിവസം ഇങ്ങനെ തന്നെയായിരുന്നു. ആദ്യമൊക്കെ നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ, പക്ഷേ ഭയങ്കര ഒരു പേടിയായിരുന്നു. പിന്നെ ഇങ്ങനെ ദിവസം കഴിയും ചോറും ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. മനസ്സിക്ക് എന്തോ ഒരു പേടി, എനിക്ക് എന്തോ വേറെ എന്തൊക്കെയോ സൂക്കടാണ് എന്നുള്ളൊരു കാട്ടിക്കൂട്ടലേ എനിക്ക്. കാട്ടിക്കൂട്ടൽ അങ്ങനെയുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതുവരെ ഇങ്ങനെയൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു പേടിയായിരുന്നു. പിന്നെ ഇതാക്കണം മക്കളെടുക്കും കേട്ടോ. അപ്പം നിങ്ങൾ ചോദ്യം അതേക്കാരം മക്കളെടുക്കൂലേ എന്നുള്ളത്. മക്കളെടുക്കും കേട്ടോ, മക്കളെടുക്കുകയൊക്കെ ചെയ്യും. മോക്കും തന്നെ ഓലെടുത്താലും തന്നെ നമ്മൾ പണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, ഒരു ഈഗോ ഉണ്ടല്ലോ നമുക്ക്, നമ്മളെടുത്താലേ ശരിയാക്കുള്ളൂ എന്നുള്ളൊരു ഈഗോ ഉണ്ടല്ലോ. അത് ഇടക്കും തലക്കും ഇങ്ങനെ കയറി ഇങ്ങനെ വരുമ്പം ഞാൻ തന്നെ ആരോട് എടുത്തോളിയെന്നും പറയില്ല, ഒരു കണ്ടറിഞ്ഞ് എടുക്കുകയൊക്കെ കേട്ടോ. അടിച്ചു വരാനും പാത്രം കഴുകാനൊക്കെ ഓലെന്നെയാലും രണ്ടാളും തന്നെ അങ്ങനെ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കും. പിന്നെ തിരുമ്പലൊക്കെ അല്ലേ, ഞാൻ മെല്ലെ ഇങ്ങനെ തിരുമ്പലാണ് കേട്ടോ. അതാണിപ്പോൾ ഏറ്റവും വലിയ പരിപാടി അറിയണത്, തിരുമ്പലാണ്.
അപ്പം എന്നാലും അതിങ്ങനെ കുറച്ച് ഓലും തിരുമ്പിടും ഞാനും തിരുമ്പിടും അങ്ങനെയാണ് ഒരു 3-4 ദിവസം അങ്ങനെയാണ് പോയിരുന്നത്. അപ്പോൾ അത് നല്ലോണം ഓവറായപ്പോഴാണ് ഓലൊക്കെ ഞാൻ വിളിച്ചു തരുത്തി എല്ലാവരും എടുക്കണതൊക്കെ കഴുകി വെക്കലും തിരുമ്പിടലൊക്കെ അങ്ങനെ ചെയ്യണം, അല്ലാതെ എന്നെ കൂടെ ആവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ. പിന്നെ ഒരു 3-4 ദിവസം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ അങ്ങനെ ഓവറായപ്പോഴാണ് നമ്മൾ ആശുപത്രിക്ക് പോയാലോ എന്നുള്ള ചിന്ത വന്നത്. അങ്ങനെയാണ് ആ നിലമ്പൂരിൽ പോയത് കേട്ടോ. നിലമ്പൂരിൽ പിന്നെ നമ്മൾ OP-യിലാണ് കാണിച്ചെന്ന് കേട്ടോ. OP-യിൽ ഇതാക്കണ് പിന്നെ നമ്മൾ അവിടെ കാണിച്ചു വന്നപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അതിൽ അങ്ങോട്ട് പോയി ടെസ്റ്റ് ചെയ്യാൻ അവിടെ ആശുപത്രിയിൻ്റെ ഉള്ളിൽ ടെസ്റ്റ് ചെയ്യലുണ്ട്. പക്ഷെ ഭയങ്കര തിരക്കുന്നുണ്ട്, ഭയങ്കര വരിയായിരുന്നു. അതിൽ പിന്നെ ഞങ്ങൾ പുറത്ത് പോയി ടെസ്റ്റൊക്കെ ചെയ്ത് തിരിച്ച് റിപ്പോർട്ട് കാട്ടാൻ വന്നപ്പോൾ തന്നെ ഡോക്ടർ അവിടെ നിന്ന് നീച്ചു പോയിട്ടാ. പിന്നെ കാഷ്വാലിറ്റിയിലാണെങ്കിൽ ഒരു ആൺ ഡോക്ടർ ചെയ്യുന്നത്, അപ്പോൾ അങ്ങനെ വല്ല വിശദമായിട്ട് നമുക്ക് പറയാൻ കഴിയൂലല്ലോ. അങ്ങനെ ആ റിപ്പോർട്ടും കൊണ്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കിഞ്ഞിപ്പോൾ എന്താ ചെയ്യാമെന്നും കാട്ടിയാണ്ട് അങ്ങനെ നിൽക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി പിന്നെ തിങ്കളാഴ്ച മുതൽ നമുക്ക് തിങ്കളാഴ്ച ഡോക്ടർ ഉണ്ടാകുമല്ലോ, അപ്പോൾ ഇവിടെ വന്നിട്ട് തന്നെ കാട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അതിൽ പിന്നെ നമ്മളെ മൂപ്പർക്ക് ഭയങ്കര പേടി, അങ്ങനെ വെക്കാൻ പറ്റൂല അങ്ങനെ നിൽക്കാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടുന്ന് പിന്നെ വണ്ടി വന്ന് വേഗം കണ്ണ് കാണിച്ചു കേട്ടോ. അവിടെ കണ്ണിന് ഭയങ്കര ചൊറിച്ചിലും പിന്നെ കണ്ണട ഇത്തിരി പൊട്ടിയതൊക്കെ ചെയ്തെന്ന്. അപ്പോൾ ആ കണ്ണടയൊക്കെ വാങ്ങും വേണം. അപ്പോൾ കണ്ണും അവിടെ കാണിച്ച് പിന്നെ ഞങ്ങൾ ആ റിപ്പോർട്ടൊക്കെ കൊണ്ട് ഇങ്ങനെ പോകുന്നു. ഇനിയിപ്പോൾ ഏത് ഡോക്ടറെ കാട്ടുക എന്നാലോചിച്ചാണ്ട് അങ്ങനെ പോകുന്നപ്പോഴാണ് പോകുമ്പോൾ ലാസ്റ്റ് ഇവിടെ ഇതാക്കണ അനിയത്തി ഇവിടെ രാജഗിരിയിലുണ്ട് കേട്ടോ. അപ്പോൾ ഓളെ വിളിച്ചു വെച്ചപ്പോൾ അവിടെ ഡോക്ടർ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ജസ്റ്റ് ഈ ഒരു റിപ്പോർട്ടൊക്കെ ഒന്ന് കാണിച്ചിട്ട് എന്താ പരിപാടി എന്നൊന്ന് അറിയാലോ എന്ന് വിചാരിച്ചിട്ട് പോകുന്നതാണ് നമ്മളെ രാജഗിരി ഇടവണ്ണ ആശുപത്രിയിൽ കേട്ടോ. അത് പിന്നെ പ്രൈവറ്റ് ആകുമ്പോൾ എപ്പോഴും ഡോക്ടർമാരുണ്ടാകുമല്ലോ. അപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേന് ഡോക്ടർ അവിടെ ഉണ്ടേന്ന്. പിന്നെ കുറേ നേരം ഇങ്ങനെ ഡോക്ടർ ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രഗ്നൻസി അല്ല എന്ന് പറഞ്ഞ് ചിലവർക്കുണ്ടാവില്ല ഈ ട്യൂബിലൊക്കെ ഇങ്ങനെ ഗർഭം എന്നൊക്കെ പറയുന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ എങ്ങാനും ഉണ്ടാവുമോ എന്നുള്ളൊരു സംശയത്തിലായിരുന്നു ഡോക്ടർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞതെന്ന് കേട്ടോ. അപ്പോൾ ആ ടെസ്റ്റിൽ കുഴപ്പമൊന്നുമില്ല, അതാക്കണ നെഗറ്റീവ് തന്നെയാണ്, അതിൽ കുഴപ്പമൊന്നുമില്ലാന്ന്. പിന്നെ എന്തുകൊണ്ട് ഇതിങ്ങനെ വന്നുകൊണ്ട് നിൽക്കണമെന്ന് അപ്പോൾ ചോദ്യം വന്നത്. അതിൽ പിന്നെ ഡോക്ടർ പറഞ്ഞു ഇതാക്കണ തൈറോയിഡും അങ്ങനെ ഷുഗർ ബ്ലഡ് HP നോക്കണം, പിന്നെ സ്കാനും കൂടി ചെയ്താലേ അറിയുള്ളൂ എന്ന് പറഞ്ഞു. അല്ല മക്കളെ, നിങ്ങളിതാ കഥ അറിയാതെ ആട്ടം കണ്ട പരിപാടിയല്ല ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് നിൽക്കണത്. ഞാനിതാക്കണം അതിൻ്റെ നടുക്കുന്ന് ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയതാണ് കേട്ടോ. അതിൽ ഫസ്റ്റ് ഭാഗം ഞാനങ്ങോട്ട് പറയാൻ സത്യം പറഞ്ഞാൽ അങ്ങോട്ട് വിട്ടുപോയതാട്ടോ. അപ്പോൾ എന്താ സംഭവം ചോദിച്ചാൽ ഞാനിതാ ഈ ഒരു മാസം ജനുവരി 11-ാം തീയതിയാണ് പീരീഡായത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 5 ദിവസമായിട്ട് ഇങ്ങോട്ട് പിന്നെ നല്ല ഉഷാറായിട്ട് ഇങ്ങോട്ട് വന്നിട്ടോ. അവൾ നല്ല ബ്ലീഡിങ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നിന്നു. പിന്നെ കഴിഞ്ഞിട്ട് ഒരു 5-6 ദിവസം കഴിഞ്ഞാൽ പിന്നെയും വന്നിട്ട് പിന്നെ നിന്നിട്ടില്ല. പിന്നെ ഒരു 10-15 ദിവസം എന്താ ഇങ്ങനെ തന്നെ അത് നല്ല ഓവറായിട്ട് ബ്ലീഡിങ് അല്ല, എന്നാലും തന്നെ വേദനയൊക്കെ ഉണ്ടായിരുന്നു. നല്ല വേദന. നമ്മൾ വേറെ മൊത്തത്തിൽ അങ്ങനെ ഉണ്ടല്ലോ ഈ പീരീഡ് എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര വേദനയും വരുത്തുമ്പോൾ ഒരു ഭയാനകമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ എന്തായിരുന്നു. പിന്നെ ഇങ്ങനെ പോയോണ്ട് നിൽക്കേനെ. അപ്പോൾ ഞാൻ വെച്ചു 2 ദിവസം കഴിഞ്ഞാൽ നിൽക്കുവയ്ക്കാരെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ നിന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നിൽക്കണില്ല. പിന്നെ അതായപ്പോഴാണ് നമ്മൾ ഡോക്ടറെ കാട്ടാൻ പോയത്. എന്താണെന്ന് അറിയണമല്ലോ. ഇതിപ്പോൾ നമുക്ക് ആദ്യമായിട്ടേ ആകുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാകുമല്ലോ. എന്ത് കാര്യങ്ങളും ആദ്യമായിട്ടാകുമ്പോൾ ഒരു പേടി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഡോക്ടറെ കാട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതാട്ടോ പിന്നെ നിലമ്പൂർക്ക്. അപ്പോൾ ഇതാണ് എൻ്റെ സൂക്കേട് എന്ന് പറഞ്ഞാൽ ഓവർ ബ്ലീഡിങ് തന്നെയായിരുന്നു കേട്ടോ. അത് ഒരു ദിവസം 1-2 പാട് മാറ്റേണ്ട ഒരു അവസ്ഥ തന്നെയായിരുന്നു. അങ്ങനെ ഒരു ഇരിക്കുന്നിടത്താണെങ്കിൽ അങ്ങനെ തന്നെ, കിടക്കുന്നിടത്താണെങ്കിൽ അങ്ങനെ തന്നെ. പിന്നെ പോരാതെ തന്നെ ക്ഷീണം, വേദന, കൈയും കാലും അടക്കം ഭയങ്കര വേദനയായി. അപ്പോൾ ഇതിൻ്റെ മുന്നേയൊക്കെ ഞാനിതിങ്ങനെ പറഞ്ഞ് പീരിയഡിൻ്റെ വീഡിയോ തന്നെ ഇടുമ്പോൾ തന്നെ ഓരോരുത്തർ ഇങ്ങനെ പറയലുണ്ട് ഡോക്ടറെ കാണിട്ടോ. നമുക്ക് അങ്ങനെ എപ്പോഴും വരുന്നല്ലേ, എല്ലാ മാസം നമ്മൾ മൂപ്പര് പറയുന്നുണ്ട് എനിക്കിതിപ്പോൾ കഴിഞ്ഞ മാസം വന്നു, അടുത്ത മാസം വരും, അതിന് പിന്നത്തെ മാസമൊക്കെ വരുമല്ലോ, പിന്നെന്താ പേടിക്കാനെന്ന് പറഞ്ഞിട്ട് നമ്മളും തന്നെ ആ വലിയ മൈൻഡില്ലാതെ അങ്ങനെ നിന്നതാണ് കേട്ടോ. ഇതിപ്പോൾ സർവ്വസാധാരണമല്ലോ, ഒരു പെണ്ണാകുമ്പോൾ ഈ ഒരു വേദനയും കാര്യങ്ങളൊക്കെ സഹിക്കണം. അങ്ങനത്തെ ഒരു കൂട്ടത്തിൽ പെട്ടിട്ട് ഞാനും തന്നെ അങ്ങനെ ഡോക്ടറെ കാട്ടാതെ അങ്ങനെ പോയതാണ് കേട്ടോ. പക്ഷേ ഇത്രയും ഓവറാവും ഞാനും തന്നെ വിചാരിച്ചിട്ടില്ലേന്ന്. അപ്പോൾ കാരണം പറയുകയാണെങ്കിൽ എൻ്റെ അറിവ് വെച്ച് തുടങ്ങിയ അന്ന് മുതൽ 1-2 ദിവസം ഏറിയ ഒരു 4 ദിവസം തന്നെയാണ് പോവുള്ളൂ കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഉണ്ടാവുക തന്നെയല്ല. ബ്ലഡ് കുറവായിട്ട് എന്തോ അറിയില്ല, ഒരു 4 ദിവസം തന്നെ അത്ര ഇങ്ങനെ പോവുള്ളൂ. പിന്നെ ഒന്നും പോലൊന്നും ഇല്ലേന്ന്. ഇതിപ്പോൾ അന്ന് ആണ് നിന്നിട്ട് പിന്നെ ഒരു 10-15 ദിവസം സ്ഥിരം ഇതന്നെയാണ് കേട്ടോ. ഇരുന്ന് തിരിയാനോ മറിയാനോ വയ്ക്കില്ല. പിന്നെ ഒരു വിറക് എത്താനോ അടിച്ചു വരാനോ തുടക്കാൻ വരെ ഭയങ്കര പേടി തന്നെയായിരുന്നു കേട്ടോ. ഭയങ്കര പേടിയായിരുന്നു തുടക്കാൻ, വിറക് കൊത്താൻ, വിറക് കീറാനൊക്കെ പേടി തന്നെയായിരുന്നു. അപ്പോൾ നീച്ച് വരുമ്പോൾ തന്നെ ഇതില്ലേ അങ്ങനെ ആവല്ലേ എന്നൊരു പ്രാർത്ഥിച്ചിട്ടേ ചിലപ്പോൾ നീച്ച് പോരുള്ളൂ. കാരണം ഭയങ്കര ഇടങ്ങേറാണല്ലോ അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഭയങ്കര ഇടങ്ങേറുള്ളൊരു കാര്യമാണ് അത്. വന്നാലും വന്നിട്ടില്ലെങ്കിലൊക്കെ ഒരു സ്വിപ്പിലെ പരിപാടിയാണല്ലോ.
അപ്പോൾ അതേന്നു ഇപ്പോൾ ഇതുവരെയായിട്ട് നമ്മൾ വീഡിയോ ഇടാത്തതിൻ്റെ ഒക്കെ ഒരു കാരണം നമുക്കൊരു മനസ്സിലില്ലാതെ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ ഇതാ ഒരു ഉറുമാമ്പഴമൊക്കെ പൊളിച്ച് ഇങ്ങനെ തിന്ന് കുത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളെ മൂപ്പരെ വീഡിയോ കൊണ്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ മൂപ്പർക്കും തന്നെ ഇത് ആദ്യത്തെ ഒരു ഇതാട്ടോ, ആദ്യത്തെ ഒരു അനുഭവം തന്നെയാണ്. ഇത്ര കാലവും ഒപ്പം നിന്നിട്ട് ഇതേപോലത്തെ ഒരു പരിപാടി ഇല്ലേന്നല്ലോ. അപ്പോൾ ഇത്രത്തോനെ പോകുന്നു മൂപ്പർക്കും നിച്ചല്ല കേട്ടോ. മൂപ്പർക്ക് അറിയാം ഒരു 3-4 ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. പക്ഷെ എത്ര തോനെ ഉണ്ടാകുന്നത് അറിയില്ല കേട്ടോ. എന്നാൽ തന്നെ ക്ഷീണമായിട്ട് അങ്ങനെ കണ്ണ് മാളി ഇങ്ങനെ കിടക്കുന്ന ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഭയങ്കരമാണ്. അപ്പോൾ മൂപ്പര് തന്നെ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടോ, പാവണ്ട് ഭയങ്കരമായിട്ട് പേടിച്ചെന്ന മൂപ്പര്. അപ്പം ഞാനിതാക്കൾ പോയിട്ട് സെറ്റായിക്കട്ടെ 2:30 ബസ്സിന് പോകാമെന്നിട്ടോ വിചാരിച്ച്. നമ്മൾ ബാഗ് റെഡിയാക്കിയിട്ട് പൊതുവേ എവിടേക്കും പോകുമ്പോൾ ബാഗ് എടുക്കാത്തതാണ്. അപ്പം ബാഗൊക്കെ എടുത്തു. ബാഗിൽ ഇപ്പം എന്തല്ലേ ചോദിച്ചാൽ ബാഗിൽ ആദ്യം ഇതാക്കണം ഇവിടുത്തെ അറയിൽ പൈസ ഉണ്ട് കേട്ടോ. വണ്ടിക്കൂലി ഉണ്ട്, വണ്ടിക്കൂലി. പിന്നെ ഇതാക്കണം ഇവിടെ ഇതിലിതാ വെള്ളക്കുപ്പി ഉണ്ട്, പിന്നെ നമ്മളെ ചീട്ടുണ്ട്, പിന്നെ നമ്മളെ സ്റ്റേ ഫ്രീ ഉണ്ട്, പിന്നെ ഒരു കുടയുണ്ട്. ഇതന്നെ ഉള്ളൂ കേട്ടോ ബാഗിലൊരു കനം തൂങ്ങണമല്ലോ എന്ന് വിചാരിച്ചാണ്ട് ഇട്ടതാ കുടയൊക്കെ. ഞാൻ ആശുപത്രിയിട്ട് പോയിട്ട് വരാം കേട്ടോ. നേരം നോക്കുകയാണെങ്കിൽ 2:15 2:30 നമുക്ക് ബസ്. അപ്പോൾ ഞാൻ ഏതായാലും ആശുപത്രിയിൽ പോയി വരട്ടെ. അപ്പോൾ അനിയത്തി ഉണ്ടാവും ആശുപത്രിയിൽ. നമ്മളെ മൂപ്പർക്ക് നേരമില്ലാത്തതുകൊണ്ട് ഞാൻ അനിയത്തിനെയും കൂട്ടി പോവാട്ടെ കേട്ടോ. റിസൾട്ട് ഉഷാറായാൽ മതിയെന്ന്, ഒരു കുഴപ്പമൊന്നും ഇല്ലാതെ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ. ഒരു പേടിയുണ്ട് ഒറ്റയ്ക്ക് പോകുമ്പോൾ, മൂപ്പരില്ലാതെ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു പേടി. സ്കാൻ ചെയ്യാനുള്ള പേടിയുണ്ട്. പിന്നെ നമുക്ക് രക്തം പരിശോധിക്കണം, തൈറോയ്ഡ് പരിശോധിക്കണം, അങ്ങനെ ഒരുപാട് പരിശോധനയുണ്ട്. ഏതായാലും അതിലൊന്നും ഒരു കുഴപ്പമില്ലാതെ നിൽക്കട്ടെ അല്ലേ. അപ്പോൾ നമ്മൾ പോയാലോ, നേരം കുറേ ആയി. അങ്ങനെ മൂപ്പര് ഇതാക്കണ് ഞാൻ വന്നോണ്ട് ജോളയും കൂട്ടി പോയിക്കോ അനിയത്തിനും കൂട്ടി പോയിക്കോ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ഇങ്ങനെ പോകുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഭയങ്കര പേടിയാണ് ഈ ഒരു കാര്യത്തിനൊക്കെ ഇങ്ങനെ പോണത്. അപ്പോൾ ഇവിടെ നിൽക്കണ അനിയത്തിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു 3 മണി തൊട്ട് ഒരു 4 മണി വരെ ഉള്ളൂ ഡോക്ടർ അതിൻ്റെ ഉള്ളിൽ വന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞ ഡോക്ടറാണ് കേട്ടോ. അത്ര മണിക്കൂറുള്ളൂ അതിൻ്റെ ഉള്ളിൽ ഇതാ കാണിക്കാൻ കഴിയുമെങ്കിൽ വേഗം വന്നോളി പറഞ്ഞപ്പോൾ അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇവിടെ ആരും ഇല്ലായിരുന്നു, വന്ന സമയത്തൊന്നും ആരും ഇല്ലായിരുന്നു കേട്ടോ, ഞങ്ങൾ തന്നെ ഉള്ളായിരുന്നു. ഞാനാണ് കേട്ടോ ഫസ്റ്റ് നമ്പർ. അപ്പോൾ ഞാനിതാ വർത്താനൊക്കെ പറഞ്ഞിരിക്കുക. അനിയത്തി അവിടെ വന്നു, തൊട്ടടുത്തിട്ടാണ് അവളെ കെട്ടിച്ചത്. അപ്പോൾ ഇവിടെ ഇടവണ തന്നെയാണ് അവളെ കെട്ടിച്ചത്. അപ്പോൾ അവളെ അവിടെ നിന്ന് വിളിച്ച് വരുത്തി ഞാൻ. അങ്ങനെ ഇരുന്നു. 3 മണിക്ക് വന്നില്ല ഡോക്ടർ, 3:30 വന്നില്ല, 3:45 വന്നില്ല, 4 മണിക്ക് വന്നില്ല, 4:30 വന്നില്ല, 5 മണിക്കാണ് കേട്ടോ ഡോക്ടർ പിന്നെ വന്നത്. നമ്മൾ തന്നെ വെള്ളം കുടിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുക. ഈ ഒരു സ്കാൻ ചെയ്യുമ്പോൾ വെള്ളം കുടിക്കൽ അതൊരു പതിവാണല്ലോ അല്ലേ, അല്ലെങ്കിൽ ഒന്നും തെളിയില്ല എന്നാണ് പറയൽ. അപ്പം അങ്ങനെ വെള്ളം കുടിച്ച് ഇതാക്കണം ഭയങ്കരമായിട്ട് ഒന്ന് ഇരിക്കാനോ അങ്ങോട്ട് അനങ്ങാനോ കഴിയാത്തൊരവസ്ഥയിൽ അങ്ങനെ നിന്നിട്ട് ഞാൻ. അതിൽ ഡോക്ടർ വന്നപ്പോൾ പിന്നെ നമ്മൾ ചാടിത്തുള്ളി കയറി. ഡോക്ടർ പരിശോധനയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതാക്കണം സ്കാൻ ചെയ്തു. പിന്നെ കുറേ റിപ്പോർട്ടുകൾ കൊടുക്കാണ്ടായിരുന്നു, തൈറോയിഡ് ടെസ്റ്റ് ചെയ്യാണ്ടായിരുന്നു, HB നോക്കാണ്ട്, അതേമാതിരി തന്നെ ഷുഗറും അങ്ങനെ. അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ 2000 ഉറുപ്പ്യക്ക് നമുക്ക് ടെസ്റ്റ് തന്നെയാണ് കേട്ടോ. എന്തിൻ്റെയൊക്കെയോ ഭയങ്കര ടെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ടെസ്റ്റൊക്കെ ചെയ്ത് പിന്നെ അതിൻ്റെ ഇടയിൽ മൂപ്പര് വന്നു കേട്ടോ. ഓൾക്ക് സ്കൂൾക്ക് കുട്ടികളെ വിടുമ്പോഴത്തേന് വീട്ടിലെത്താൻ കഴിയൂല പറഞ്ഞിട്ട് ഓളെ ഞാൻ പറഞ്ഞയച്ചു കേട്ടോ. ചെറിയ മക്കളല്ലേ ഓളത്. അപ്പോൾ ഓളെ ഞാൻ വേഗം പറഞ്ഞയച്ചിട്ട് അപ്പോൾ നമ്മളെ മൂപ്പരത്തെ പണിയൊക്കെ കയറി വന്നു കേട്ടോ. അതിൽ പിന്നെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചിട്ട് ഇങ്ങനെ തിരിച്ചങ്ങോട്ട് പോന്നു. കുഴപ്പമൊന്നുമില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഇതാ തിരിച്ചു പോരുന്ന ആ വഴിക്കൽ ഇത് കൂടെ ഇതാക്കണം. വൈകുന്നേരം ആയല്ലോ, നമ്മൾ ചോറൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്, എന്നാലും ഒരു സമാധാനം ഇല്ലേന്ന്. അതിൽ ഞാൻ വേഗം ഇതാക്കണം. ഒന്ന് ചായ വാങ്ങി തരുമോ ചോദിച്ചപ്പോൾ ചായ വാങ്ങാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു ചായ കൂടി ഇതാക്കണം, ഒരു സമാധാനത്തിൻ്റെ ഒരു ചായ കൂടിയാണ്. സമാധാനം ആയോ എന്ന് ചോദിച്ചാൽ ചെറിയൊരു സമാധാനത്തിൻ്റെ ഒരു ചായ കൂടിയാണ് കേട്ടത്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ കാത്തിട്ടി എന്തേക്കാരം എന്നാലോചിച്ച് അങ്ങനെ നിന്നതല്ലേന്നു. അപ്പോൾ ഒരു പേടിയായിരുന്നു, തിന്നാനും കുടിക്കാനും തിരിയാനും അറിയാനും ഒക്കെ തന്നെ പേടിയായിരുന്നു. ഇന്ത്യക്കാട്ടിലും പേടിയാട്ടോ മൂപ്പര് ഭയങ്കര പ്രാർത്ഥന ആയിരുന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ സ്കാൻ ചെയ്യണതിൻ്റെ ആ മുന്നിൽ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഒരു പോസ്റ്റിൽ മറ്റേ ഗർഭാശയ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചെന്ന് കാരണം മൂപ്പർക്ക് അതുകൂടി വായിച്ചപ്പോൾ ആകപ്പാടെ തീകാളിയും കുത്തിരിക്കുകയെന്ന്. പക്ഷെ ഞാനത് കണ്ടിട്ടില്ലേന്ന്, ആ ബോർഡ് ഞാൻ കണ്ടിട്ടില്ലേന്ന്.
പക്ഷേ ഞാൻ ആ ഒരു ബോർഡ് കണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആകപ്പാടെ തല പുകഞ്ഞിട്ട് ചിന്തിച്ച് ഞാൻ തന്നെ കാട് കയറിയത്. ഇപ്പം ഇതെന്താ സംഗതി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ സ്കാൻ ചെയ്ത് വെക്കണത്. അപ്പോൾ അതിൻ്റെ മുന്നിൽ ഇജാതി ഇമാതിരി ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് എന്തൊക്കെയോ ചിന്തകളേക്കാരല്ലേ, ഭയങ്കര ചിന്തകളേക്കാരം. ഭാഗ്യത്തിൽ ഞാൻ ആ ഒരു ബോർഡ് കണ്ടിട്ടില്ലേന്ന് കേട്ടോ. പിന്നെ ഇതാ പൂരിനെ വയ്ക്കല്ലേ നമ്മൾ മീനൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത്. ചെറിയൊരു സമാധാനമായപ്പോൾ ഇതാക്കൾ മീനൊക്കെ വാങ്ങിയിട്ടാണ് പോകുന്നത്. അതിനിവിടെ വന്ന് പിന്നെ മേലൊക്കെ കഴുകി കഴിഞ്ഞേരം വേഗം ചോറ് ഒന്നായിരുന്നു കേട്ടോ. കാരണം അത്രയും രാത്രിയായിട്ട് നമ്മൾ വന്ന് കയറിയത് തന്നെ കുറേ രാത്രിയായിട്ടാണ്. പിന്നെ മീനൊക്കെ പൊരിച്ച് വേഗം ചോറ് തിന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതാ അടുക്കളയിൽ തന്നെ കുറേ കാലമായിട്ട് നമ്മൾ ഈ അടുക്കളയിൽ ചോറ് ഇരുന്നിട്ട് അപ്പം മേശൊക്കെ വാങ്ങി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇരുന്ന് തിന്നിട്ട് തന്നെയല്ല. അല്ലെങ്കിൽ നമ്മൾ ആദ്യം എല്ലാവരും കൂടി ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഈ വീതനമ്മക്കൂടിയും തിണ്ടത്ത് കൂടെയൊക്കെയാണ് ഞങ്ങൾ 5 കൂടി ഇങ്ങനെ ഇരുന്ന് തിന്നുന്നത് കേട്ടോ. അപ്പോൾ മക്കളോട് ഇതാക്കണം ആശുപത്രീൻ്റെ വർത്താനമൊക്കെ പറയുന്ന ഓല് ഇങ്ങനെ ചോദിക്കുന്നു, മരുന്ന് തന്നോ ഗുളിക തന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു കേട്ടോ. ഓൽക്കും തന്നെ ഒരു സമാധാനമല്ലേ, ഇതിങ്ങനെ കിടക്കണമെന്നാവുമ്പം ഇങ്ങനെ ഓടിച്ചാടി കിടക്കുന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ കിടക്കലപ്പലാവുമ്പം എല്ലാവർക്കും ഒരു ഇടങ്ങേറേക്കാരല്ലേ. അപ്പോൾ ഓൽക്കും തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ശരിയായിട്ടാ. പിന്നെ ഇതാണ് നമുക്ക് മരുന്നും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കുറേ ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. പിന്നെ സ്കാനിങ് ഒക്കെ ചെയ്യാണ്ടായിരുന്നു. പിന്നെ തൈറോയിഡിൻ്റെ ചെയ്തതിൽ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഷുഗർ ഒന്നും ഇല്ല. പിന്നെ അതേമാതിരി HB നോക്കിയപ്പോൾ 10 ആണ്. ഏകദേശം എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് വരല്, അതിൽ കയറിയൊന്നും വരലില്ല കേട്ടോ, കുറവ് തന്നെയാണ് വരല്. പിന്നെ ഇതാക്കണം നമ്മളെ സ്കാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ കുത്തിവരെയാണ്. ഇത് പൊതുവേ അങ്ങനെയാണല്ലോ, പണ്ടത്തെ ആ ഒരു സ്കാനിങ് ഉണ്ടല്ലോ, നമ്മൾ ഗർഭിണിയാകുമ്പോൾ ഒരു സ്കാൻ ചെയ്യുമല്ലോ, അതിൽ നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ നോക്കൂട്ടോ ഇതിൻ്റെ കുട്ടീനെ ഞാൻ കാണുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ അറിയില്ലല്ലോ അല്ലേ. അപ്പോൾ എന്താ സൂക്കടയും ചോദിച്ചാൽ ഗർഭപാത്രത്തിൽ ഇത്തിരി നീരാണ് കേട്ടോ. ഇത്തിരി നീരല്ല, ഒരു ഏകദേശം നീരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നീര് ഇതാക്കണം, കുത്തിയെടുക്കാനൊന്നുമില്ല. എന്നാലും ഇപ്പം മരുന്ന് കുടിക്കണം, ഒരു 4 മാസം മരുന്ന് കുടിക്കണം. ഗുളിക തുടർച്ചയായി കുടിച്ചാൽ മാറും എന്നപ്പോൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഗുളികയൊക്കെ തന്നു. അപ്പോൾ ഡോക്ടറിൻ്റെ ഗുളികയൊക്കെ തന്നു കേട്ടോ. ഇനിയിപ്പോൾ പുറത്തുനിന്ന് വാങ്ങണ്ടാറുണ്ട്. ഡോക്ടർ ഗുളികയൊക്കെ തന്നു. പിന്നെ തൈറോയിഡിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടത്. അപ്പോൾ അതിലൊന്നും കുഴപ്പമില്ല. പൊതുവേ എൻ്റെ ഈ കഴുത്ത് കണ്ടാൽ അപ്പോൾ എല്ലാവർക്കും പറയും കേട്ടോ ഈ തൈറോയിഡ് ഉണ്ടാവും എന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ അവിടെ ഭയങ്കര ഒരു കട്ടി കൂടുതലാണ്, നമ്മളെ കഴുത്തിന് ഭയങ്കര കട്ടി കൂടുതലാണ്. അപ്പോൾ ഡോക്ടർക്ക് തന്നെ ഒരു സംശയമായിട്ട് അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഈ ഒരു ബ്ലീഡിങ് എന്താക്കണം, ഒന്നാമത് ഈ തൈറോയിഡ് ഉണ്ടാകുമ്പോൾ അങ്ങനെ ബ്ലീഡിങ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. പിന്നെ എന്താക്കണം, വേറെ എന്തെങ്കിലുമൊക്കെ സൂക്കേട് ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മളെ സൂക്കേട് പറഞ്ഞാൽ നീര് തന്നെ ഉണ്ട്. ഈ ഗർഭപാത്രത്തിൽ കുറച്ച് നീരുണ്ട് കേട്ടോ, ഒരു 4 അങ്ങനെ എത്രയോ നീരുണ്ട്. അപ്പോൾ ഒരു 8 ആകുമ്പോൾ അത് എടുത്ത് കളയണമെന്നോ ഊത്തിയെടുക്കണം എന്നോ എന്തോ പറഞ്ഞത്. അപ്പോൾ ഗുളികയും മരുന്നൊക്കെ കിട്ടി, സമാധാനമായി. ഇപ്പോൾ ഇതാക്കണം അതൊക്കെ കുടിച്ചിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ നല്ല പോലെ നിന്നുകൊണ്ട്. അപ്പം ഇനി വിറക് വെട്ടൽ, ഈ തുണി അലക്കൽ, അതേപോലെ തന്നെ തുണി അലക്കൽ വലിയ വിഷയമല്ല. വിറക് വെട്ടുക, അതേമാതിരി നിലം തുടച്ചെടുക്കുക, അതൊക്കെ പോകുമ്പോൾ കുറച്ച് മല്ലുകെട്ടിലെ പണി, നമ്മൾ ഊരക്ക് മല്ലുകെട്ടിലെ ഒരു പണി എടുക്കുമ്പം ബ്ലീഡിങ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ വീട്ടിൽ 2 പണിക്ക് ഇതാ നിരോധിച്ചിട്ടുണ്ട് കേട്ടോ. തുടക്കൽ ഇതാക്കണം, നിലം തുടക്കൽ ഇത് 2 ദിവസം കൂടുമ്പോഴൊക്കെ തുടച്ചാൽ മതി, എപ്പോഴും തുടക്കണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ രണ്ടാമത് പറയുകയാണെങ്കിൽ വിറക് വെട്ടണം. നമുക്ക് ഇനിയും ഗ്യാസ് എടുത്തിട്ടില്ല കേട്ടോ. ഗ്യാസ് എടുക്കാൻ നമ്മളെ പൈസ ഒരുക്കി കൂട്ടുമ്പോഴത്തിന് വേറെ എന്തെങ്കിലുമൊക്കെ. ഇപ്പോൾ ഇതായി ഒരു ആശുപത്രി കേസ് തന്നെ ആയില്ല. അപ്പോൾ എടുത്തച്ച പൈസ അങ്ങനെ പോയിക്കണ്. ഇനി ഏതായാലും അവിടെ നിൽക്കണം. അപ്പോൾ വിറക് വെട്ടൽ നിർബന്ധമാണല്ലോ. അപ്പം വിറക് വെട്ടലും നിരോധിച്ചിക്കണം ഇവിടെ കേട്ടോ. വിറക് വെട്ടല്ലേ എന്നാണ് പറഞ്ഞത് കേട്ടോ. ഇനി പൈസ കളയാനില്ല, വെട്ടല്ലേ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വിറക് വെട്ടലും അതേമാതിരി തന്നെ തുടക്കലും മിതമായ നിരക്കിലെടുത്താൽ മതി എന്നാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ ഇതാക്കണം ഈ തുരുതുരോനും ഫോൺ വിളി തന്നെയായിരുന്നു. അമ്മ ഒരു 4-5 വട്ടം വിളിക്കും കേട്ടോ. ഹോട്ടലിൽ നിന്ന് രാവിലെ വിളിക്കും, ഉച്ചയ്ക്ക് വിളിക്കും, 10 മണിക്ക് വിളിക്കും, വൈകുന്നേരം വിളിക്കും, കിടക്കാൻ നേരത്തെ വിളിക്കും, പിന്നെ പെലച്ചക്കൊന്ന് വിളിക്കും. നിന്നോ, എനിക്ക് ശരിയായോ, വേദന ഉണ്ടോ, അതാ എനിക്ക് കുഴക്കുണ്ടോ, ക്ഷീണമുണ്ടോ, അങ്ങനെ എടുക്കണ്ട കേട്ടോ, വർക്കൊന്നും വെട്ടല്ല കേട്ടോ, അതാണ്ടോ എന്നൊക്കെ പറഞ്ഞില്ല. അമ്മക്ക് ഭയങ്കര ബേജാറ് കേട്ടോ. അപ്പോൾ ഞാനും തന്നെ ഭയങ്കര എന്താ പറയുക, അമ്മ അങ്ങനെ വിളിക്കുമ്പോഴേക്ക് തന്നെ ഭയങ്കര കരച്ചിൽ വരും കേട്ടോ. കാരണം ഇവരൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ ഇങ്ങനെയൊക്കെ അല്ലേ. അവരൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളോട് ആരെ ചോദിക്കാണ്ടാകുക അല്ലേ. അപ്പോൾ അതൊക്കെ കളിക്കുമ്പോൾ ഭയങ്കര ഇടങ്ങാറ്. പിന്നെ ഇതാക്കണം നമ്മൾ അമ്മയമ്മ വിളിച്ചു, കുറേ വർത്താനം പറഞ്ഞു, എന്തൊക്കെയുണ്ട് സുഖമായോ, അങ്ങനെ ഇങ്ങനെ പണിയൊന്നും എടുക്കണ്ടെന്നിട്ടോ ഓലും പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം. പിന്നെ മൂത്തച്ഛി വിളിച്ചെന്ന് പിന്നെ നമ്മളറിയണം, എല്ലാവരും വിളിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ, എല്ലാവർക്കും ഉണ്ടാകുന്നതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല, സമാധാനം ഉണ്ട് കേട്ടോ. അപ്പം ഗുളികയും മരുന്നൊക്കെ ഒരു 4 മാസം ഇങ്ങനെ കുടിച്ച് പോകണം, അത്രയൊക്കെ തന്നെ ഉള്ളൂ.
പിന്നെ ഇതാക്കണ പിറ്റേന്ന് മൂപ്പരെയും കൊണ്ട് പോകാൻ തുടങ്ങിയിട്ട് ഞാൻ എന്താ വെച്ചാൽ മൂപ്പര് കണ്ണിന് ഒരു കുരു ഉണ്ടായതാണ്, കണ്ണിൻ്റെ തുമ്പത്തൊരു കുരു ഉണ്ടായത്. അതാണ് ഈ മുഖം മൊത്തത്തിൽ അങ്ങോട്ട് വീങ്ങിയിട്ടാണ് വന്ന്. എനിക്കും പേടിയായില്ല. പിന്നെ ഞങ്ങൾ നിലമ്പൂരിൽ വന്ന് ഡോക്ടറെ കാട്ടി കണ്ണടയൊക്കെ വെച്ച് ഒരു ഓയിൽമെൻറ്റ് തന്നു, ഒരു ഗുളികയും തന്നു വീക്കം മാറാനായിട്ട്. കണ്ണിൻ്റെ ഉള്ളിലായതുകൊണ്ട് കുരു നമുക്ക് പൊട്ടിക്കാനോ കാര്യങ്ങൾക്കൊന്നും പറ്റൂലല്ലോ. അപ്പോൾ ഡോക്ടറെ തന്നെ കാട്ടും വേണം. അപ്പോൾ കണ്ണിൻ്റെ ഉള്ളിലാണ് കുരു എന്ന് പറഞ്ഞ്. അപ്പോൾ വീങ്ങലുണ്ടായിരുന്നു, നല്ല പോലെ വീങ്ങലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാട്ടി എന്ന് കഴിഞ്ഞേരം ഇതാക്കണം നമ്മൾ കണ്ണടയൊക്കെ ഇട്ട രൂപത്തിൽ. കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ലേ, പഴയ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ണടക്കാരത്തി തന്നെ ചെയ്യുന്നു കേട്ടോ. അപ്പം ഇന്നലെ എടുത്തിട്ട കണ്ണട എന്നല്ല, 5ാം ക്ലാസ് മുതൽ നമുക്ക് കണ്ണട ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാക്കണം കണ്ണട മാറ്റി വെച്ചതായിരുന്നു നമ്മൾ. പിന്നെ വീണ്ടും ഞാനിതാ കണ്ണടക്കാരത്തി അയക്കണം. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ള നമ്മളെ വീഡിയോ. കുറേ ദിവസത്തിന് ശേഷം കുറേ എന്തൊക്കെയോ നിങ്ങളോട് പറഞ്ഞൊരു സന്തോഷത്തോടു കൂടി നമ്മളെ വീഡിയോ ഇതാക്കണം ഇവിടെ നിർത്താൻ പോവാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ നോക്കിയിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുത്തോളിട്ടോ മക്കളെ. അപ്പോൾ അതാ കമൻറ്റ് ഇടുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ നാളെ വരാം. ബൈ ബൈ.